ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. നമ്മൾ സുബഹ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വടക്കേ ഭാഗം മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. പള്ളി പുതുക്കി പണിയുന്നത് കൊണ്ട് തന്നെ അകത്തൊക്കെ കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ടായിരുന്നു. പിന്നെ സുബഹിക്ക് ബാങ്ക് കൊടുത്തു. പതിവിലും നേരത്തെയാണ് ഇവിടെ സുബഹി നമസ്കാരം നടന്നത്. സാധാരണ അരമണിക്കൂർ കഴിഞ്ഞാണ് ഇക്കാമത്ത് കൊടുക്കുന്നത്. ഇവിടെ 15 മിനിറ്റിന് ശേഷം കൊടുത്തു. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ദിവസം 5 നേര നമസ്കാരത്തിന് 5 പള്ളിയിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ സുബഹിന് ഏത് പള്ളിയിൽ പോയി എവിടത്തെ പള്ളിയിൽ പോയെന്ന് നിങ്ങൾ ആദ്യമേ കണ്ടു കാണും. അപ്പോൾ ലുഹറിന് നമ്മൾ ഏത് പള്ളിയിലാണ് പോകണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലുഹറിന് നമ്മൾ വിഴിഞ്ഞം മതിപ്പുറം വലിയ പള്ളി ജുമാ മസ്ജിദിലാണ് വന്നിരിക്കുന്നത്. നല്ല വെയിലുണ്ട്, ഉച്ചയും കൂടെ അല്ലേ, നോമ്പ് പിടിക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യം കിട്ടട്ടെ. ഇതാണ് വലിയ പള്ളിയിലെ ഉളുവെടുക്കുന്ന സ്ഥലം. ഹൗൽ എന്ന് പറയും. കാണുന്ന പോലെയല്ല, വലുതാണ്. പിന്നെ ലുഹർ നമസ്കാരം കഴിഞ്ഞു, ഉസ്താദിൻ്റെ ചെറു പ്രഭാഷണവും കഴിഞ്ഞു. പിന്നെ കുറച്ചു നേരം പള്ളിയിൽ അങ്ങനെ ഇരുന്നു. ശേഷം പള്ളിയിൽ നിന്നിറങ്ങി നിങ്ങളിപ്പോൾ കാണുന്നതാണ് വലിയ പള്ളി മൈതാനം. ഇവിടെ നിന്ന് തന്നെ ഏറെക്കുറെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പോർട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഈ പച്ച ഷെഡിലാണ് വലിയ പള്ളിയിലുള്ള നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ അസറ നമസ്കരിക്കാനായിട്ട് നമ്മൾ വിഴിഞ്ഞം മുഹിദ്ദീൻ പള്ളിയിലാണ് വന്നിരിക്കുന്നത്. പള്ളിയുടെ മുൻഭാഗത്ത് തന്നെയായിട്ട് ഒരു നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കടപ്പുറം നന്നായിട്ട് കാണാൻ പറ്റും. കടലും വള്ളവും കുടിലും എല്ലാം തന്നെ. പിന്നെ അസറിന് വേണ്ടിയിട്ട് പള്ളിയിൽ കയറി. ഇതുവരെ ബാങ്ക് വിളിച്ചിട്ടില്ല. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഉസ്താദിൻ്റെ ചെറിയ പ്രഭാഷണവും കേട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ടൗൺഷിപ്പ് പള്ളിയിലേക്ക് വന്നു. ഇതാണ് ടൗൺഷിപ്പ് പള്ളി ഖബർസ്ഥാനി. എല്ലാവരുടെ ഖബറും വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ മഗ്‌രിബിന് വേണ്ടിയിട്ട് ടൗൺഷിപ്പ് പള്ളിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോമ്പ് തുറക്കുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതലും ഇപ്പോൾ കുട്ടികളാണ്, വലിയ ആൾക്കാർ വരുന്നേ ഉള്ളൂ. അങ്ങനെ പള്ളിയിലെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. ഇന്ന് മരിച്ചിനിയും കഞ്ഞിയുമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഹാഷിം, അഫ്സൽ, ആഷിഖൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് നോമ്പ് മുറിക്കാനായിട്ട്. പിന്നെ മഗ്‌രിബ് പോയിട്ട് ടൗൺഷിപ്പ് പള്ളിയിൽ നമസ്കരിച്ചു. അത് കഴിഞ്ഞ് സുന്നത്തും നമസ്കരിച്ചതിന് ശേഷം നേരെ മണ്ഡപത്തിലേക്ക് വന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിറ്റോറിയത്ത്, എവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് കാണാൻ പറ്റും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇന്ന് ബിരിയാണിയാണ്. അതും കഴിച്ച് കുറച്ച് കിടന്നതിന് ശേഷം നേരെ ഇശാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വിഴിഞ്ഞം സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് പോയി. പള്ളിയുടെ തുടക്കത്തിൽ തന്നെ ഈ തെങ്ങ് പോലത്തെ സംഭവം കണ്ടപ്പോൾ ഗൾഫിലുള്ള ഏതോ ഒരു മരമാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ പള്ളിയിൽ കയറിയപ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടില്ലായിരുന്നു. അവിടെ പ്രഭാഷണം നടക്കുമായിരുന്നു. നമ്മളെ പള്ളിയിൽ ഹദ്ദ നടത്തുന്ന പോലെ ഇവിടെ പ്രഭാഷണമായിരിക്കും. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തേക്കും പോയി. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് 5 നേരം 5 പള്ളിയിലാണ്. സുബഹിക്ക് വടക്കേ ഭാഗം പള്ളിയിൽ, പിന്നെ ലുഹറിന് വലിയ പള്ളിയിൽ, അസറിന് മുഹിദ്ദീൻ പള്ളിയിൽ, മഗ്‌രിബിന് ടൗൺഷിപ്പ് പള്ളിയിൽ, ഇശാന് സെൻട്രൽ ജുമാ മസ്ജിദിൽ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്ന, റാഹത്തായിട്ട് പോകുന്ന? അപ്പോൾ എനിക്ക് റാഹത്തായിട്ട് പോകുന്നുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക, എൻ്റെ ദുആയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരാം. അപ്പം മറക്കണ്ട, ഇതും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിക്കാം. അപ്പോൾ